മുഖ്യമന്ത്രി ഒരിക്കലും പരാമർശിക്കാൻ സാധ്യതയില്ലാത്ത വാചകങ്ങളാണ് അതിൽ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഇതപര്യന്തമുള്ള നിലപാടുകൾ വളരെ കൃത്യതയോടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ തന്നെ. കേരളീയ ജനതയ്ക്ക് അറിയാവുന്ന പ്രഖ്യാപിത നിലപാടുകൾ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിലുണ്ട്. അതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ചില വാചകങ്ങൾ ഒളിച്ചു കടത്തിയവർ ആരായാലും അവർ കുറ്റക്കാരാണ്. മാധ്യമധർമ്മത്തിന് നിരക്കാവുന്ന കാര്യമല്ല ഇവിടെ നടന്നിട്ടുള്ളത്. ഒരാൾ പറഞ്ഞിട്ടില്ലാത്തതായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പാതകമാണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. അങ്ങനെ ഉണ്ടായത് ഏത് ഘട്ടത്തിലാണ്, ആരാണ് അതിന് ഉത്തരവാദി എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നമുക്ക് കണ്ടെത്താം. പക്ഷെ ആരായാലും അങ്ങനെ ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും കേരളീയ ജനതയോടും ചെയ്തിട്ടുള്ള മഹാ അപരാധം തന്നെയാണ്. ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരം പരാമർശങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് അദ്ദേഹത്തെ അടുത്തറിയുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. അത് അന്വേഷിക്കുന്നുണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും അന്വേഷിക്കുമല്ലോ. മലപ്പുറത്തെ താറടിച്ച് കാണിക്കുന്ന ഒരു നിലപാടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്നും ഈ ചരിത്രഘട്ടത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. മലപ്പുറം ജില്ല തന്നെ ബഹുമാനപ്പെട്ട സഖാവ് EMS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം മുൻകൈയെടുത്ത് ഉണ്ടാക്കിയ ജില്ലയാണ്. സവിശേഷമായിട്ടുള്ള പരിഗണന ആ മേഖലയ്ക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് CPIM എക്കാലത്തും വളരെ പ്രാധാന്യത്തോടെ മുൻഗണനയോടെ പരിഗണിക്കുന്ന വിഷയം തന്നെയാണ് മലപ്പുറം ജില്ലയും അതിന്റെ മുന്നേറ്റവും. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാനിടയില്ലാത്ത പരാമർശം അതിൽ കുത്തിക്കയറ്റിയ ആളുകൾ ആരായാലും അവരെ അത് അന്വേഷിച്ച് കണ്ടെത്തി നടപടി സ്വീകരിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.